KSEBയുടെ കള്ളക്കളി കൈയോടെ പൊക്കി റെഗുലേറ്ററി കമ്മീഷൻ. പൊതുജനങ്ങളിൽ നിന്നും അധിക സർചാർജ് പിരിക്കാനുള്ള കണക്ക് തെറ്റ് എന്ന് കണ്ടെത്തി റെഗുലേറ്ററി കമ്മീഷൻ. 50 കോടി ബാധ്യതയെന്നും യൂണിറ്റ് 23 പൈസ സർക്കാർ ചാർജ് ഈടാക്കണമെന്ന ആവശ്യമാണ് റെഗുലേറ്ററി കമ്മീഷൻ തള്ളിയത്. 38 കോടി രൂപ മാത്രമാണ് ബാധ്യത. 18 പൈസ മാത്രം ഈടാക്കിയാൽ മതിയാകുമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചു. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയത് വഴി ഉണ്ടാകുന്ന അധിക ചെലവാണ് ഓരോ മാസവും ഇന്ധന സർചാർജായി കാണിച്ച് KSEB ജനങ്ങളിൽ നിന്നും അധിക തുക പിരിച്ചെടുക്കുന്നത്. യൂണിറ്റിന് 10 പൈസയ്ക്ക് മുകളിൽ KSEB അധിക തുക പിരിക്കണമെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. ജനങ്ങളെ എത്ര പിഴിഞ്ഞാലും നഷ്ടം തീർന്നില്ലെന്നാണ് KSEB വാദം. ഒക്ടോബർ മുതൽ മാർച്ച് വരെ സർചാർജ് പിരിച്ചിട്ടും പിന്നെയും 46.50 കോടി രൂപ നഷ്ടമെന്നാണ് KSEBയുടെ കണക്ക്. ഇത് നികത്താൻ 23 പൈസ വെച്ച് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണമെന്നുള്ള അപേക്ഷയാണ് റെഗുലേറ്ററി കമ്മീഷന് KSEB സമർപ്പിച്ചത്. എന്നാൽ ഈ മാസം 11-ന് അപേക്ഷ പരിഗണിച്ച റെഗുലേറ്ററി കമ്മീഷൻ KSEB സമർപ്പിച്ച കണക്കിലെ പിശക് ചൂണ്ടിക്കാട്ടി. കമ്മീഷന്റെ കണ്ടെത്തലിൽ ഇനി പിരിച്ചെടുക്കാനുള്ളത് 38 കോടി രൂപ മാത്രമെന്നാണ്. ഇതിന് മാസം പിരിക്കേണ്ടത് യൂണിറ്റിന് 18 പൈസയല്ലേ എന്ന് കമ്മീഷൻ KSEB ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. തെറ്റ് ബോധ്യമായ ഉദ്യോഗസ്ഥരോട് വീണ്ടും കണക്ക് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണക്ക് സമർപ്പിച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ കമ്മീഷൻ ഇത് പരിഗണിക്കും. KSEB ആവശ്യപ്പെടുന്നത്ര സർചാർജ് പിരിക്കാൻ കമ്മീഷന് അനുമതി നൽകിയിട്ടില്ല. ജനം, തിരുവനന്തപുരം.